പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് ആരാണ്? കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ ചർച്ച ഉയരുന്നുണ്ട്. പ്രധാനമന്ത്രിയാണോ? അല്ലെന്നാണ് നിരീക്ഷകർ ഉൾപ്പെടെ പറയുന്നത്. എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ഒരാളിലേക്കാണ്, പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറിലേക്ക്. ഇപ്പോൾ വീണ്ടും അസിം മുനീർ ചർച്ചകളിൽ നിറയുന്നു. 2025 തുടങ്ങുമ്പോൾ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെ ജനറലായിരുന്നു അസിം മുനീർ. മെയ് മാസത്തോടെ അദ്ദേഹം ഫീൽഡ് മാർഷലായി ഉയർന്നു. ഇപ്പോൾ ജൂലൈയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്ത പ്രചരിക്കുന്നു. അസിം മുനീർ പാകിസ്ഥാൻ്റെ അടുത്ത പ്രസിഡൻ്റാകുന്നു. പാകിസ്ഥാനിൽ 27ാം ഭരണഘടനാ ഭേദഗതി നിർദ്ദേശം ചർച്ചയായി മാറി. ഈ നിയമം പാകിസ്ഥാൻ്റെ ഭരണ സംവിധാനത്തെ മാറ്റിമറിക്കും. കോടതികളുടെ അധികാരം കുറയ്ക്കും, പ്രവിശ്യകളെ ദുർബലമാക്കും, പ്രസിഡൻറ്റിൻ്റെ കൈകളിൽ അധികാരം കേന്ദ്രീകരിക്കും. നിലവിൽ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ഒരു പാവ മാത്രമാണ്. ജനപിന്തുണയോ രാഷ്ട്രീയ ശക്തിയോ ഇല്ല. അപ്പോൾ ആര് വരും ഈ വലിയ കസേരയിലേക്ക്? മറ്റാരുമല്ല, അസിം മുനീർ തന്നെ വരുമെന്നാണ് വിലയിരുത്തൽ. ഇസ്ലാമാബാദിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം മുനീർ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനെ കണ്ടു. ഉടൻ തന്നെ ഷെരീഫ് സർദാരിയെ പോയി കണ്ടു. ഇതോടെ ആളുകൾ ചോദിച്ചു തുടങ്ങി, സർദാരി രാജിവെക്കുകയാണോ? മുനീർ പ്രസിഡൻ്റാകാൻ പോവുകയാണോ? പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഈ അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി. മുനീറിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ചർച്ച ചെയ്തു, പക്ഷേ അത് നടപ്പാക്കുന്നില്ല എന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. സാധാരണ ജനാധിപത്യ രാജ്യങ്ങളിൽ ആർമി മേധാവി പ്രസിഡൻ്റ് ആകുന്നത് അസാധ്യമാണ്. പക്ഷേ പാകിസ്ഥാനിലത് പതിവാണ്. 78 വർഷത്തെ ചരിത്രത്തിൽ 33 വർഷവും സൈനിക പ്രസിഡന്റുമാർ ഭരിച്ചിട്ടുണ്ട്. അയ്യൂബ് ഖാൻ, യഹിയ ഖാൻ, സിയാ ഉൽ ഹക്ക്, പർവേസ് മുഷറഫ്. അതുകൊണ്ട് മുനീർ പ്രസിഡൻ്റ് ആകുന്നത് സാധ്യമാണ്, അത് സംഭവിക്കാം. പക്ഷേ എന്തിനാണ് മുനീർ പ്രസിഡൻ്റ് ആവാൻ ഒരുങ്ങുന്നത്? ഇപ്പോൾ പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? ആർമി മേധാവിയായ മുനീർ രാജ്യം നിയന്ത്രിക്കുന്നു, വിദേശ നേതാക്കളെ കാണുന്നു, നിക്ഷേപങ്ങൾക്കായി ശ്രമിക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു. പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സഹായിയെ പോലെയാണ്. പ്രസിഡന്റ് ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടും. പക്ഷേ മുനീറിന് ഈ നാടകം മടുത്തിരിക്കുന്നു. പ്രസിഡന്റ് കസേരയിൽ ഇരുന്നാൽ പൂർണ്ണ അധികാരം കിട്ടും. എന്നാൽ ഇത് ലോകം എങ്ങനെ നോക്കിക്കാണും? പാകിസ്ഥാൻ അത് സാധാരണമാണ്, പക്ഷേ മറ്റുള്ളവർക്ക് അതൊരു അധികാര കവർച്ച മാത്രമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മാസം മുനീറിനെ വൈറ്റ് ഹൗസിൽ സ്വീകരിച്ചിരുന്നു. മഹാനായ മനുഷ്യനെന്നാണ് അസിം മുനീറിനെ ട്രംപ് വിശേഷിപ്പിച്ചത്. സെപ്റ്റംബർ 18-ന് ട്രംപ് പാകിസ്ഥാൻ സന്ദർശിക്കുമെന്നും പാകിസ്ഥാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് വെറും ഊഹാപോഹം മാത്രമാണ്. ട്രംപ് സെപ്റ്റംബർ 17 മുതൽ 19 വരെ UK-യിലായിരിക്കും. അപ്പോൾ 18-ന് പാകിസ്ഥാനിൽ സന്ദർശിക്കാനെത്തില്ല. എന്നാലും ട്രംപ് പിന്നീട് വന്നാൽ അത് പാകിസ്ഥാന് വലിയ നേട്ടമാണ്. 2006-ൽ ജോർജ് ബുഷിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റ് അവിടെ എത്തുന്നത് അത് ആദ്യമായിട്ടായിരിക്കും.